Good morning everybody. Welcome to Gyan once again. So ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എന്താ പറയുക ജോഗ്രഫിയിലെ 4th and 5th ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് 4th. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്കറിയാം 4th ചാപ്റ്റർ ദ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്. ഇതാണ് നമ്മൾ എല്ലാവർക്കും പൊതുവേ പറയാറുള്ളത് ഈ ജോഗ്രഫിയിൽ കുറച്ചൊരു ടഫായിട്ടുള്ള ചാപ്റ്ററാണ് ഇതെന്ന് പറയാറുണ്ട്. പക്ഷേ സംഭവം ടഫില്ല, ഭയങ്കര സിമ്പിളാണ്. കാരണം 1-2 ചെറിയ കൺസെപ്റ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളെ ഗ്രിഡ് റെഫറൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ 1-2 സംഭവങ്ങൾ കാര്യമായിട്ട് പഠിച്ചു വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ പ്രശ്നങ്ങൾ. അതൊന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ചാപ്റ്റർ. അപ്പോൾ അവിടെയാണ് പൊതുവെ എല്ലാവരും ടഫാന്ന് പറയാറ്, ഈ ഗ്രിഡ് റെഫറൻസിൻ്റെ കാര്യത്തിലും അതുപോലെ എന്താ പറയുക നമ്മളെ കോണ്ടോർ ലൈൻ ഇതിൻ്റെയൊക്കെ ഇതിലാണ് ചെറിയ ചെറിയ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറയാറുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ 4th ചാപ്റ്ററാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്. ഓക്കെ, അപ്പോൾ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലാൻഡ്സ്കേപ്പുകളൊക്കെ നമ്മളുടെ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനൊക്കെ നമ്മൾ ഈ മാപ്പിലൂടെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ മാപ്പിംഗ് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ ദ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. എന്താണ് ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാണ്. ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് യു ബൈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നോക്കാം. Topographical maps depict in minute details all the natural and man-made features on the Earth's surface. These maps contain the important surface features like as the undulation of the terrain, rivers, other water bodies, forests, agriculture land, barren land, village, town and transport and electrocommunications. അതാണ്. ബട്ട് ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമി ഈ സർഫസ് ഓഫ് എർത്തിൽ കാണുന്ന നേച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ റിവർ പ്ലസ് നമ്മളുടെ ഫോറസ്റ്റ് പ്ലസ് മൗണ്ടെയിൻ, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ദ നാച്ചുറൽ ഫീച്ചേഴ്സാണ് അല്ലേ, നാച്ചുറൽ ഫീച്ചേഴ്സ്. അപ്പം അതായത് നാച്ചുറലി ഉണ്ടായി വന്ന ഫീച്ചേഴ്സാണ് ഇതൊക്കെ. അതുപോലെ മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ബ്രിഡ്ജ് പ്ലസ് നമ്മൾ ഈ പറഞ്ഞ ടെലികമ്മ്യൂണിക്കേഷൻ പ്ലസ് മറ്റുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇതൊക്കെ ടൗൺസ്, ഇതൊക്കെ എക്സാമ്പിൾ ഫോർ ദ മാൻമെയ്ഡ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന മാൻമെയ്ഡായിട്ടും നാച്ചുറലായിട്ടും കാണുന്ന എല്ലാ സംഭവങ്ങളും കാണുന്ന ഒരു സർഫസ്, നമ്മുടെ ഭൂമിയുടെ സർഫസ്, അത് നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മൈന്യൂട്ട് കാര്യം ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഈസ് ഡെപ്പിക്റ്റ് എ മൈന്യൂട്ട് ഡീറ്റെയിൽ, എല്ലാത്തിൻ്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. എന്തൊക്കെ ദീസ് മാപ്പ് കണ്ടെയ്ൻ ഇമ്പോർട്ടൻറ്റ് സർഫസ് എന്തൊക്കെയുള്ളത് സച്ച് ആസ് അൺഡുലേഷൻ ഓഫ് ടെറൈൻ, റിവേഴ്സ്, അതർ വാട്ടർ ബോഡീസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ, ബാരൻ ലാൻഡ്, വില്ലേജ്, ടൗൺ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. ദീസ് മാപ്പ് ഷോ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ്. ബോത്ത് നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ കാണാൻ പറ്റും. ടോപ്പോഗ്രഫിക് മാപ്സ് ആർ ലാർജ് സ്കെയിൽ മാപ്പ്, വലിയ മാപ്പായിരിക്കും. നമുക്കൊരു ഇന്ത്യൻ്റെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വലിയതാണ്, എത്രയോ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള വലിയ മാപ്പാണെന്ത് ടോപ്പോഗ്രഫിക്കൽ. കാരണം നമ്മൾ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ നമ്മൾ എൻ്റയർ വേൾഡാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വേൾഡിൽ മീൻസ് ഈ എർത്തിലുള്ള കംപ്ലീറ്റ് നാച്ചുറലും മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് അതിൽ കാണും. അപ്പോൾ എത്രമാത്രം വലുപ്പുണ്ടാവും, നിങ്ങൾ ഊഹിച്ചൊക്കെ എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ലാർജ് സ്കെയിൽ മാപ്പ് ആർ മെയ്ഡ് ഡെപ്പിക്റ്റിംഗ് ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഓഫ് ദ റിലേറ്റീവ്ലി സ്മാൾ ഏരിയ. അപ്പോൾ ചെറിയ ഏരിയയുടെ വരെ എന്താ പറയുക ഡീറ്റെയിൽഡ് മൈന്യൂട്ടായിട്ട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ. നമുക്കിതൊരു എക്സാമ്പിളാണ് നമ്മളെ കണ്ടില്ലേ. Then who is responsible for making this topographic map? ഇനി ഈ ടോപ്പോഗ്രഫിക് മാപ്പ്, ഇന്ത്യൻ്റെ ടോപ്പോഗ്രഫിക് മാപ്പ് ആരാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഓരോ രാജ്യങ്ങൾക്ക്, ഇപ്പോൾ അമേരിക്ക ആവട്ടെ, റഷ്യ ആവട്ടെ, ചൈന ആവട്ടെ, ഏത് രാജ്യമാവട്ടെ, ഇവർക്കൊക്കെ ഇവരുടെ ടോപ്പോഗ്രഫിക് മാപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ മൊത്തം വേൾഡിൻ്റെ പുറമെ നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഇന്ത്യയിൽ കാണുന്ന നാച്ചുറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മാൻമെയ്ഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ, അത് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈന്യൂട്ട് കാര്യങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഈ ടോപ്പോഗ്രഫിക് മാപ്പ് ഡ്യൂട്ടി ആർക്കാണുള്ളത്, അത് ആർക്കാണ്, യെസ്, സർവേ ഓഫ് ഇന്ത്യ കേട്ടോ. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവർക്കാണ് എന്തിനുള്ള ചുമതല, ഈ
ടോപ്പോഗ്രഫിക് മാപ്പ് ഉണ്ടാക്കാനുള്ള ചുമതല ഉള്ളത്. ഓക്കെ, മറക്കരുത്, സർവേ ഓഫ് India. Certain restrictions have been imposed on the use of topographic maps of a strategic region owing to the national security. ഇനി നമുക്ക് ചില സ്ഥലങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ്റെ പാകിസ്ഥാൻ, സപ്പോസ് ഇന്ത്യൻ്റെ തലഭാഗമെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ്, ഈ ഭാഗത്ത് പാകിസ്ഥാനാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ടോപ്പോഗ്രഫിക് എന്താ പറയുക, ഈ ഭാഗങ്ങൾ മാപ്പിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യും. കാരണം എന്താണ്, ഇവിടെ നമുക്കിത് എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിനെ കുറിച്ചിട്ടോ പുറത്തേക്ക് വിടുന്നത് പോലെ ചിലപ്പം ചില റീജിയൻസിൻ്റെ ഒന്നും എന്താ പറയുക ഐഡിയ അല്ലെങ്കിൽ നോളജ്, ചില റീജിയൻസിൻ്റെ ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ ഡീറ്റെയിൽസും ഡെപ്പിക്ഷൻസും ഒന്നും പുറത്തേക്ക് വിടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദീസ് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ്. മെയിൻ എക്സാമ്പിളാണ് നമ്മളുടെ പാകിസ്ഥാൻ്റെ ആ ഭാഗത്ത്, കശ്മീരിൻ്റെ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ളൊന്നും ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, അവിടെ വളരെ ഭയങ്കര എന്താ പറയുക, ഈ നാഷണൽ സെക്യൂരിറ്റി കൺസേൺഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജിക് റീജിയൻസ് ഒക്കെ എന്താ പറയുക, അവിടുത്തെ റീജിയൻസിലുള്ള ഈ ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ ഡെപ്പിക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നോർമലി കാണുന്നത് പോലെ നമുക്ക് ഈ ഒരു റീജിയൻസിലൊന്നും കാണാൻ പറ്റില്ല. ബിക്കോസ് അവിടെയൊക്കെ ചില എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഈ ടോപ്പോഗ്രഫിക് മാപ്സിൻ്റെ യൂസസ് എന്തൊക്കെ നോക്കണം. ഈ ടോപ്പോഗ്രഫിക് മാപ്പ് നമ്മൾ പറഞ്ഞു, എന്താണ്, നമ്മൾ എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ എന്ത് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മാൻ മെയ്ഡ് ആവട്ടെ, ഹ്യൂമൻ മെയ്ഡ് ആവട്ടെ, എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വരെ അതിൽ പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല ഈ ടോപ്പോഗ്രഫിക് മാപ്പ് നമ്മൾ പറഞ്ഞു ചില റീജിയൻസിൽ റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡ്യൂ ടു സം സെക്യൂരിറ്റി റീസൺസ് അല്ലേ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ചില ബോർഡേഴ്സിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബോർഡർ റീജിയനിലൊക്കെ. ഇവിടെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഇൻഡോ പാകിസ്ഥാൻ ബോർഡർ, ഇൻഡോ ചൈന ബോർഡർ, ബംഗ്ലാദേശ് ബോർഡറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഈ ടോപ്പോഗ്രഫിക് മാപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ യൂസ്ഫുൾ എന്താണ്, അത് വെച്ചിട്ട് എന്തൊക്കെ യൂസസ് ആണ് നമുക്കുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താ, അനാലിസിസ് ഓഫ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ്. അതാണ് നമ്മളുടെ ഭൂമിയിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്, കൾച്ചറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിനൊക്കെ അനാലിസിസ് ചെയ്യാനും പഠിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോപ്പോഗ്രഫിക് മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഫോർ മിലിറ്ററി ഓപ്പറേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്സ്. മിലിറ്ററി ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് വല്ലാതെ സഹായിക്കുന്ന ഇതാണ് ടോപ്പോഗ്രഫിക് മാപ്പ്. അതുപോലെ തന്നെ മിലിറ്ററി മാപ്സ്. ഈ മിലിറ്ററി മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ഈ മിലിറ്ററിക്കാരുടെ പ്രത്യേകത, അവർക്ക് പല ഊടുവഴികളിലൂടെയും പല സ്ഥലങ്ങളിലൂടെയും അവർക്ക് എന്ത് ചെയ്യേണ്ടി, ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനോ ഒക്കെ പല പർപ്പസിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ചിലപ്പോൾ അറിയേണ്ടി വരും. അത്രയും മൈന്യൂട്ടുള്ള കാര്യം അറിഞ്ഞെങ്കിൽ അവർക്ക് ആ പാത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ മിലിറ്ററി മാപ്പ് തയ്യാറാക്കും. മിലിറ്ററി മാപ്പ് എന്ന് പറയുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടാവും മിലിറ്ററി മാപ്പിൽ. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ, ഇന്ന വഴി പോകുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്, ഏതൊക്കെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആളുകളൊന്നും കണ്ണിൽ പെടാതെ, ഫോർ എക്സാമ്പിൾ ടെററിസ്റ്റ് ആണെങ്കിൽ അവരുടെ മുന്നിൽ പെടാതെ അങ്ങനെ പോകാൻ പറ്റും. ഇതുപോലത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ് മിലിറ്ററി മാപ്പ്. അത് ഈ മിലിറ്ററി മാപ്പ് അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത് ഈ ടോപ്പോഗ്രഫിക് മാപ്പാണ് അവരെന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. തേർഡ് ആണ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡിങ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് ദ കൾച്ചറൽ റിസോഴ്സസ് ഓഫ് ദ റീജിയൻ ആസ് പാർട്ട് ഓഫ് ഇക്കണോമിക് പ്ലാൻ. അതാണ് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കൾച്ചറൽ ആൻഡ് റിസോഴ്സസ്, എന്തൊക്കെ കൾച്ചറൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, ഇപ്പോൾ നമ്മുടെ എണ്ണപ്പാടങ്ങൾ, അതുപോലെ നമ്മുടെ ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ നമുക്ക് എന്താ പറയുക കണ്ടെത്താനും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ നമ്മളെ പ്രോപ്പറായിട്ട് എക്കണോമിക് പ്ലാനിങ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടോപ്പോഗ്രഫിക് മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഫോർ അർബൻ പ്ലാനിങ് അല്ലേ. അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോപ്പറായിട്ട് അർബനൈസേഷൻ, അല്ലെങ്കിൽ ഒരു നഗരം അല്ലെങ്കിൽ ഒരു ടൗൺ എങ്ങനെ പ്രോപ്പറായിട്ട് അർബൻ പ്ലാൻ ചെയ്തിട്ട് ഒരു അർബൻ എങ്ങനെ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും, ഗാന്ധിനഗർ. നമ്മൾ ഗുജറാത്തിലുള്ള ഗാന്ധിനഗർ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ടൗണാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പ്ലാൻ ടൗൺ എന്ന് പറഞ്ഞാൽ ആ ടൗൺ, ഇപ്പം ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്താണ്, ഗാന്ധിനഗർ. അപ്പോൾ അത് പ്ലാൻ ടൗൺ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ആ ടൗൺ എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അതൊക്കെ അതുപോലെ ഈ പ്ലാൻ ചെയ്ത് ടൗണൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അർബൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ടോപ്പോഗ്രഫിക് മാപ്സ് എന്ത് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാൻഡിൻ്റെ യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെ. എല്ലാ ലാൻഡും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പല പർപ്പസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്, ഈ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് സഹായിക്കുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പോഗ്രഫി, നമുക്ക് ടോപ്പോഗ്രഫി ഓരോ ഇന്ത്യയിലുള്ള മൗണ്ടൻ റീജിയൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻ
റീജിയൻസ്, ഇങ്ങനത്തെ വാട്ടർ റീജിയൻസ്, നമ്മുടെ ഇൻലാൻഡ് വാട്ടേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പോഗ്രാഫിക് മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ റിസോഴ്സ് കൺസർവേഷൻ അലോക്കേഷൻ, അതെ റിസോഴ്സിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഫോർ കമ്പ്യൂട്ടറൈസ്ഡ് ഫോംസ് ഓഫ് മാപ്പ്, നമ്മൾ GIS പറഞ്ഞു അല്ലേ, നമ്മൾ മാപ്പിങ്ങിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മാപ്പിനൊക്കെ ഫോം ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.